ഹായ് ഹലോ. ജിഷോ ലോൺ ആന്റണി സംവിധാനം ചെയ്ത രുതിരം സിനിമ കണ്ടിറങ്ങി. നല്ല പണി അറിയാവുന്ന ഡയറക്ടർ ജിഷോ. അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ജോസഫ് കിരൺ ജോർ അദ്ദേഹം കൂടി സ്ക്രിപ്റ്റിൽ ഭാഗമായിട്ടുണ്ട്. എഡിറ്റർ ഭവൻ ശ്രീകുമാർ. വളരെ ചുരുക്കം വിരലെണ്ണാവുന്ന കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. രാജ് ബി ഷെട്ടി മനുഷ്യൻ എന്ന് പറഞ്ഞാണ്ടല്ലോ കിട്ടില്ല നൈറ്റുമാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടതുണ്ട്. പിന്നെ അപർണ ബാലമുരളി നല്ല ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ രമേശ് വർമ്മ വളരെ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ്, പക്ഷേ സീൻസ് വളരെ കുറവാണ്. പിന്നെ എന്താ പറയുക, ഒരു കുമാരദാസ്, അദ്ദേഹം ഒരു മെമ്പർ, ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന കുമാരദാസ്. കിട്ടില്ല സിനിമ എന്ന് പറഞ്ഞാൽ സൈക്കോ, എന്താ പറയുക, ഒരു വയലൻസ് മൂഡിലുള്ള സൈക്കോ ത്രില്ലറൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണാം. അങ്ങനെ പറയുമ്പോൾ നെഗറ്റീവ്സ് ഇല്ല എന്നല്ല, കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. ആ നെഗറ്റീവ്സിലൊക്കെ ഞാൻ വരുമ്പോഴേക്ക് ആ ഏരിയയിലേക്ക് പറയാം. സിനിമ പക്ഷേ എല്ലാ പ്രേക്ഷകരെയും ഉൾക്കൊള്ളുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ ചെറിയ കുട്ടികൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അവരെയും കൊണ്ട് തിയേറ്ററിലേക്ക് പോകുന്നത് അത്ര സുരക്ഷിതമല്ല. പിന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവരേക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത് ഒഴിച്ചിരുത്തി കഴിഞ്ഞാൽ തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന കിട്ടില്ല സിനിമ. സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ്സ് വളരെ കുറവാണ്. ഒരു A4 ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് പുറവും എഴുതിയാൽ ചിലപ്പോൾ രണ്ട് പുറവും എഴുതേണ്ടി വരില്ല, അത്രയേ ഉള്ളൂ. ഒരൊറ്റ പേപ്പറിൽ എഴുതാവുന്ന ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ സിനിമയിൽ. ഫുൾ വിഷ്വൽ ലാംഗ്വേജ് ആണ്. നമ്മൾ സംസാരിക്കരുത്, നമ്മുടെ സിനിമ താൻ പേസണം എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉള്ള പോലെ തന്നെ സിനിമയിലെ വിഷ്വൽസ് കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുകയാണ്. തുടക്കം തന്നെ സിനിമയിലെ ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയ വേറൊരു കാര്യം, അനാവശ്യമായിട്ടുള്ള യാതൊരു സീനും ഇല്ല. ആവശ്യമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സിനെ കുത്തിക്കയറ്റുന്നില്ല. അനാവശ്യമായിട്ടുള്ള സീൻസ് ഇല്ല. സിനിമയുടെ തുടക്കം തന്നെ മിസ്റ്ററി ഫീൽ വരികയാണ്. ആ മിസ്റ്ററി ഫീല് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് സിനിമ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റിയാണ്. എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു സംഭവം, ഡെപ്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകർ നൽകിക്കൊണ്ടാണ് സിനിമ പോകുന്നത്. ഒരു എലിയെ ഇങ്ങനെ ബക്കറ്റ് വെച്ച് അടച്ചു വെക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് ഹോളിട്ടിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ആ സീൻ അവസാനിക്കുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ, ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അത് നമ്മളെ പ്രേക്ഷകന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെയുള്ള വിഷ്വൽസിലൂടെ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാൻ ആണ് അവർ, എന്താ പറയുക, സംവിധായകൻ ശ്രമിച്ചിട്ടുള്ളത്. വളരെ കുറച്ച് ഡയലോഗിലൂടെ വിഷ്വൽസിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് ഭയങ്കര പാടുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരുപാട് ചോരക്കളിയില്ല, പക്ഷെ വയലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഈ ചെവി പിരിച്ചെടുക്കുക, പറിച്ചെടുക്കുക, അതുപോലെ തന്നെ വെടികൊണ്ട ചെവി പറിച്ചെടുക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെറിയ കുട്ടികൾ കയറണ്ട എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ കയറണ്ട എന്ന് പറയാനുള്ള കാരണം, അതിൽ ചില കഥാപാത്രങ്ങൾ അനുഭവിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, സൈക്കോ പരിപാടികൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവർക്ക് കൊടുത്തേക്കുന്ന കുറച്ച് സൗണ്ടുകളും കുറച്ച് പരിപാടികളും, കുറച്ച് സൈക്കോ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ സൈക്കോ ആക്ടിവിറ്റീസുകൾ അവസ്ഥയിൽ നമ്മളെ നിർത്തും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന കുട്ടികളെയും അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളും കയറണ്ട എന്നുള്ള ഒരു റെക്കമെൻഡേഷൻ ഞാൻ പറയുന്നത്. നെഗറ്റീവ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ നിൽക്കുകയാണ്. കിട്ടില്ല പരിപാടി, കിട്ടില്ല സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇടത്തു നിന്ന് ഇൻ്റർവെൽ കഴിഞ്ഞ് നമ്മൾ കയറുമ്പോൾ ഈ പറയുന്ന മിസ്റ്ററി ഫീല് ചുരുളഴിയുന്ന രീതിയിലോട്ട് വരുമ്പോൾ ഒരല്പം ഡൗൺ ആവുന്നുണ്ട്, എന്നാൽ വല്ലാതെ ഡൗൺ ആവുന്നുമില്ല. ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ഓക്കെ ക്ലൈമാക്സ്. പക്ഷേ എന്താ പറയുക, നമ്മൾ ഈ സൈക്കോ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ടല്ലോ, അവിടേക്ക് എത്തി ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ. കാരണം ഒരു കഥ ഉണ്ടാവും ഒരു സൈക്കോകൾക്ക്. എന്താ പറയുക, ഒരു ഭൂതകാലം ഉണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള ഒരു ഭൂതകാലം ഈ പടത്തിലും സൈക്കോയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഈ കണ്ടുമറന്ന ഒരു പരിപാടി ആയതുകൊണ്ട് പിന്നെ അതിൽ കൂടുതലൊന്നും കാണിക്കാൻ പറ്റില്ല എന്നുള്ളവരുണ്ട്. അതും ഓക്കെ ഫീലായിട്ട് അങ്ങനെ നിൽക്കും. രാജ് ബി ഷെട്ടി അദ്ദേഹത്തിന്റെ ചിരിയൊക്കെ ഉണ്ടല്ലോ. അദ്ദേഹം വെറുതെ ഇങ്ങനെ വന്ന് അദ്ദേഹം പല്ല് കാണിച്ച് ഇങ്ങനെ ചിരിച്ച് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു സൈക്കോ പരിപാടി നമുക്ക് തോന്നും. ഒരു ഡോക്ടറിന്റെ ക്യാരക്ടറാണ് രാജ് ബി ഷെട്ടി ചെയ്യുന്നത്. പൈസയൊന്നും വാങ്ങാതെ ചികിത്സിക്കുന്ന ഒരു പാവം ഡോക്ടറിനെ കാണിച്ചു തരുന്നു. അവിടെ നിന്ന് പിന്നെ തുടക്കം തന്നെ ആ മിസ്റ്ററി ഫീലിൽ നിന്ന് പിന്നെ ഇങ്ങനെ കഥ പറഞ്ഞു പോകുമ്പോൾ
ഒട്ടും ഡൗൺ ആവാതെ ഈ ഫീൽ അങ്ങനെ നിർത്തിക്കൊണ്ടാണ് സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് സസ്പെൻസ് നിർത്തി വലിച്ചു നീട്ടലൊന്നുമില്ല. തുടക്കം തന്നെ കാണിച്ചു തരുന്നുണ്ട് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളത് ആരാണ്, വില്ലൻ ആരാണെന്ന് തുടക്കം തന്നെ ആ മിസ്റ്ററി ഫീലോട് കൂടി നമുക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് സിനിമ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഏറ്റവും വലിയ പോസിറ്റീവ് അനാവശ്യമായിട്ടുള്ള വലിച്ചു നീട്ടലുകളേ ഇല്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ പോസിറ്റീവോടെയാണ്. എന്താ പറയുക, ഈ സസ്പെൻസ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ബിൽഡ് ചെയ്ത് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അവർ പറഞ്ഞു പോകുന്നു, എന്നാൽ ഭയങ്കര ഇമ്പാക്റ്റോട് കൂടി പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നെ അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു മുഖംമൂടിയൊക്കെ വെച്ചിട്ട് ഒരു പരിപാടി കാണിക്കുന്നുണ്ട്. അതിൽ ഒരു ഭീതി ജനിപ്പിക്കുന്ന ഒരു പരിപാടി നമുക്ക് തോന്നും. സ്പോയിലർ ആവുന്നുള്ളത് കൂടുതലുകൊണ്ട് പറയുന്നില്ല. എന്തായാലും തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ കഴിയുന്ന, മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സിനിമയാണ്. അടുത്ത സിനിമയായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.